അസ്സലാമു അലൈക്കും. എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ തന്നെ പുറത്താണ് കൂട്ടുകാരെ, ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാണ്. 2-3 ദിവസമായിട്ട് നല്ല ക്ഷീണം. അപ്പോൾ അതെന്താന്ന് വിചാരിച്ചിട്ട് പേടിച്ച്, എന്തോ കാര്യമായിട്ട് എന്തോ രോഗമായിട്ടുണ്ടോളി വിചാരിച്ചിട്ട് നല്ല ഡോക്ടറെ നോക്കിയിട്ട് കാണിക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് പോയി. നോക്കുമ്പോൾ ഡോക്ടറെ കാണിച്ച് ഡോക്ടർ കുറേ ടെസ്റ്റൊക്കെ എഴുതി തന്ന് ഷുഗറോ അതും ഇതൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട്, അപ്പോൾ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ വൈറ്റമിൻ ഡി കുറവ്. അപ്പോൾ എനിക്ക് നല്ല വേദനയുണ്ടായിരുന്നു, ശരീരമൊക്കെ മുടി കൊഴിച്ചലൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ച് ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ടായിരിക്കുമോ എന്ന് വിചാരിച്ച്. നല്ല തണുപ്പല്ലേ, അങ്ങനെ വിചാരിച്ച്. അടുത്തായിട്ട് ഭയങ്കര മുടി കൊഴിച്ചലായിരുന്നു. നോക്കുമ്പോൾ അതല്ല, വൈറ്റമിൻ ഡീൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു. വെയിൽ കൊള്ളുന്നില്ലല്ലോ, ഫ്ലാറ്റിലല്ലേ താമസം. 18 കൊല്ലമായി. പിന്നെ നാട്ടിലാണെങ്കിൽ 1 കൊല്ലം 2 കൊല്ലമൊക്കെ കൂടിയാൽ പോവും. അതൊരു മാസം 1.5 മാസം കൊണ്ട് തിരിച്ച് വീണ്ടും വരും. നാട്ടിൽ പോയാലും വലിയ വെയിൽ അവിടെ ആയാലും കൊള്ളുന്നില്ല. അവിടെ ഒന്നുമില്ലെങ്കിലും കുറച്ച് മുറ്റമൊക്കെ അടിക്കാൻ ഇറങ്ങും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇവിടെ തീരെ ഇല്ലല്ലോ, മുറ്റം പോയിട്ട് പുറത്തേ ഇറങ്ങുന്നില്ല. വെള്ളിയാഴ്ച രാത്രി പുറത്ത് പോവും, അല്ലാതെ പകലങ്ങനെ പോക്കില്ല ഞാൻ. ഇവിടെ ജോലിയൊക്കെ ഉള്ള പെണ്ണുങ്ങന്മാരാണ് പകൽ പുറത്തൊക്കെ പോകാൻ, അല്ലെങ്കിൽ ആണുങ്ങന്മാരാ പുറത്തൊക്കെ ഉണ്ടാവുള്ളൂ, പോകും. രാത്രിയാണ് അധികം ആൾക്കാരും. എന്നെപ്പോലെ പണിയൊന്നും ഇല്ലാത്ത ആൾ രാത്രിയേ പോകുള്ളൂ. അപ്പം അതിൻ്റെ ഒരു വിഷമമുണ്ട്. ഇതിപ്പോൾ ആദ്യമായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പം അതിനുള്ള മരുന്നൊക്കെ തന്ന് അങ്ങനെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു പോവുകയാണ്. സാധാരണ കാലത്ത് എണീക്കാത്തതുകൊണ്ട് വിശപ്പൊന്നും ഉണ്ടായില്ല. ഇന്ന് 6 മണിക്ക് എണീറ്റതല്ല, അതിൻ്റെ വിശക്കുന്നു. അങ്ങനെ ഞാൻ ഇക്കാട് പറഞ്ഞ് നമുക്ക് റൂമിൽ ഞങ്ങൾ ചോറ് മാത്രം ഉണ്ടാക്കൽ. രാവിലെ ഒരു മുട്ടയും 12 മണിക്ക് എണീറ്റ് ഒരു മുട്ടയും ചായ കുടിക്കാൻ. ഇക്കയാണെങ്കിൽ രാത്രി അത് ചപ്പാത്തിയൊക്കെ കഴിച്ചിട്ടാണ് പോക്ക്. ഞാൻ രാവിലെ നാസ്ത കഴിക്കുന്ന ശീലങ്ങളൊന്നുമില്ല. അങ്ങനെ ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോകുമ്പോൾ ഒരു ഹോട്ടലിലേക്ക് കയറി ചായയും പൂരിയൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന്. അപ്പോൾ എനിക്ക് കാലത്ത് എണീറ്റിട്ട് ഉറങ്ങാത്തതിൻ്റെ നല്ല ഉറക്കക്ഷീണം. എനിക്ക് ഉറക്കം തീരെ ഒയ്യാൻ പറ്റില്ല. ഒരു 6 മണിക്കൂറെങ്കിലും എനിക്ക് ഉറങ്ങണം, അല്ലെങ്കിൽ ഭയങ്കര ഇടങ്ങാറ്. അങ്ങനെ ഞാൻ നല്ലോണം വന്നപാട് ഉറങ്ങി. പിന്നെ എനിക്ക് ചോറും ചിക്കൻ ഫ്രൈയും ഉണ്ടാക്കി, പരിപ്പ് കറി, ഉപ്പേരിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ചോറും രണ്ടാളും കഴിച്ച്, മൂപ്പര് ഉച്ചക്ക് ചോറും കഴിച്ച് ഓഫീസിലേക്ക് പോയി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരോടും ഒരുപാട് സന്തോഷമുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് വേണം. താങ്ക് യു.